ഇതുപോലെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി വലിച്ചിങ്ങനെ താഴേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇത് തള്ളി കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇതെവിടെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഓൾഡ് കോഫി ഹൗസ് എന്ന് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്, ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നല്ല താഴ്ന്ന കിടക്കുന്നത്, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഹായ് നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ് കേട്ടോ. ശംഖുമുഖം ബീച്ച് കാണാനായിട്ട് വന്നേന്. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ എൻ്റെ പുറകിലേക്ക് കാണുന്നത് വെൽക്കം ടു ശംഖുമുഖം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിൻ്റെ ആ ഒരു എൻട്രൻസിലാണ് കേട്ടോ. വെൽക്കം ടു ശംഖുമുഖം ബീച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇനിയിപ്പോൾ അകത്തേക്ക് പോകണം. വണ്ടി ഇനിയിപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന എൻട്രൻസിൽ നമുക്ക് നേരെ ഇനിയിപ്പോൾ പോകേണ്ടത് ഇങ്ങോട്ടാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. ഈ 2 സൈഡിലും ഇതുപോലത്തെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമുക്ക് കടലിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു മത്സ്യകന്യകയുടെ ഒരു ശില്പമൊക്കെ കാണുന്നത്. ഈ സൈഡിൽ ഒരുപാട് ബാഗുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ട് പാനിപ്പൂയുടെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയാണ് കേട്ടോ. 3 മണിയായപ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് ഒരുപാട് കടകളുണ്ട്. ഈ കടകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് ഒന്ന് കാണണം. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ ഈ കടലിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വലിയ സീനില്ല. ചില പാനിപ്പൂരിയുടെ സെറ്റപ്പാണ് കേട്ടോ. കുറച്ച് നെല്ലിക്ക സംഭവങ്ങൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ശംഖുമുഖം ബീച്ചിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ആ ഒരു മണ്ഡപം ഉണ്ടോ ആ കാണുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേണം കേട്ടോ. ദൂരെ ആ ട്രാക്ടർ കൊണ്ടുവന്നിട്ട് ആ വള്ളം തള്ളി നീക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ട്രാക്ടർ കൊണ്ടുവന്ന് വള്ളം പയ്യെ തള്ളി കടലിലേക്ക് ഇറക്കുന്നതാണ്. ഈ ഒരു സൈഡിലാണ് ആ മണ്ഡപം വരുന്നിട്ട്. സമയം ഫുള്ള് കല്ലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുന്നത് കാണാം. ട്രാക്ടർ വള്ളം തള്ളി താഴോട്ടാക്കിയിട്ട് തിരിച്ച് കയറി പോകുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം കരക്കിരിക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം വെയിൽ കുറവുണ്ടെന്ന് പറയാം. പുറകിൽ ട്രാക്ടർ പോണതാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക്, അതായത് വൈകുന്നേരമൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരു വെയിലും കുറവ് കാണും, ആളും കാണും. ഇപ്പോൾ ആൾ കുറവാണ്. ഒരു 3:30 മണി ആവാറായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന പാനിപ്പൂരിയാണ് കേട്ടോ. പാനിപ്പൂരിയുടെ കട മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. പിന്നെ 1-2 ഐസ്ക്രീം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ നോക്കാനുള്ള അങ്ങോട്ട് നടന്നു പോകാം. സൺസെറ്റൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരുന്ന് ആ സൺസെറ്റൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റും. എന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് ഒരുപാട് വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഓൾഡ് കോഫി ഹൗസ് എന്നുകൊണ്ട് ഒരു ബിൽഡിംഗ് ആണ്.
അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കഫേ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മണ്ഡപമാണ് കേട്ടോ ആ കാണുന്നത്. സൈഡിൽ ഒരുപാട് വള്ളങ്ങളിങ്ങനെ നിരച്ചിട്ടിരിക്കുന്നതാണ്. ഈ ട്രാക്ടർ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഓരോ വള്ളത്തെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ആക്കുന്നുണ്ട്. വള്ളത്തിനൊക്കെ ഓരോ പേരുകളുണ്ട്. സെർജിയോ, അതുപോലെ തന്നെ ഇവിടെ റൂബി എന്നൊരു ബോട്ട് കാണാം. ഇതുപോലെയാണ് ഇങ്ങനെ വള്ളം ഇങ്ങനെ കെട്ടി വലിച്ചിങ്ങനെ താഴേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇത് തള്ളി കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഈ കടലിൻ്റെ ഒരു അകലം കുറവാണ് കേട്ടോ. നമ്മൾ കര ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കടലിലേക്ക് എത്തും. അപ്പോൾ കര കുറവാണ് കേട്ടോ, പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു സൈഡിലൊക്കെ വരുന്നത് ഇങ്ങനെ ഉണ്ടോ, ആ ബിൽഡിങ്ങൊക്കെ കണ്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്, ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നല്ല താഴ്ന്ന കിടക്കുന്നത്, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ. ഇവിടെ വരുന്ന ആൾക്കാരാണെന്ന് തോന്നിട്ട് ഈ കാണുന്ന വളരെ ഉണ്ട്. അപ്പോൾ നല്ല അത്രയും ഇവിടുന്ന് ഈ ഫുഡും അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഇട്ടിരിക്കുന്ന. അത്രയും ഇറങ്ങി വരുന്ന ഭാഗത്ത് അത്രയും ഇതുപോലെ ആൾക്കാർ ഫുഡും അതും വെള്ളവും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ട് ശേഷം അത് കറക്റ്റ് വേസ്റ്റ് ഇടേണ്ട സ്ഥലത്തല്ലേ വരുന്നത്. ഇങ്ങനെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും. അതൊരു സംഭവമുണ്ട് ഇവിടെ, അത്രയും ഉണ്ട്. ഏതാണ്ടൊക്കെ ഈ ഒരു സ്ഥലം ഫുള്ള് നടന്ന് കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകും. അവിടെ നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ഉള്ള ഒരു ഭാഗമുണ്ടല്ലോ, അങ്ങോട്ട് പോകും. ഈ ശില്പത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു കാലിൻ്റെ ഭാഗത്ത് അതിൻ്റെ ചിറവൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിൽ കുറേ മരങ്ങളുണ്ട്, നല്ല തണലുണ്ട് ഈ ഒരു ഭാഗത്ത്. എൻ്റെ ആ ഒരു വലിയ ഹെലികോപ്റ്റർ ഈ ഇവിടെ കിടപ്പുണ്ട്, അതിൻ്റെ പുറകു വശമുണ്ട് കാണുന്നത്. പിന്നെ വരുന്ന വഴിക്ക് കണ്ട കേട്ടോ, ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, കാലുമേ കാലൊക്കെ വെച്ച് ഒരാൾ കിടക്കുന്നത് കേട്ടോ. ആ സംഭവം കൊള്ളാം. ഇത് നമ്മൾ നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു മണ്ഡപമുണ്ട്. ഇതേപോലെ തന്നെ ഇത് അപ്പുറ സൈഡിലും ഒരു മണ്ഡപമുണ്ട്. ഈ ഒരു സൈഡിൽ ഗെയിം സോൺ കണ്ടൊരു സംഭവം കണ്ടു കേട്ടോ. എനിക്കിത് കുട്ടികളെ ഉദ്ദേശിച്ച് ആയിരിക്കും ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇതിന് ഒരു ഫീസ് കാണാൻ വഴി നിൽക്കാറും. അപ്പോൾ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ വന്ന് വീഡിയോസൊക്കെ എടുത്ത്, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.